ഗാന്ധി പറഞ്ഞല്ലോ, നമ്മുടെ മഹാത്മാഗാന്ധി, 3 കുരങ്ങിന്റെ കഥ. മിണ്ടാത്ത, കാണാത്ത, കേൾക്കാത്ത 3 കുരങ്ങന്മാര് മിക്സി ജ്യൂസ് അടിക്കുന്ന മിക്സിയിലിട്ടിട്ട് അടിച്ച് അതിന് നല്ലോണം ഉണക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അതേ ഉള്ളൂ സത്യം പറയുക എന്നുള്ള ഒറ്റൊരു കാര്യം. ഉമ്മയുടെ വസിയ്യത്താണ്. അങ്ങനെ യാത്ര തുടരുന്നു. വെടിക്ക് വെച്ച് കൊള്ളക്കാർ വന്നു, മഹാനവറുകളെ പിടികൂടി. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിന്റെ കൂടെ ഉള്ളത്, സ്വത്ത് സമ്പത്ത്? നേരെ പറഞ്ഞു, എന്നെ കൂടെ 40 നാണ്യങ്ങളുണ്ട്, സ്വർണത്തിന്റെ നാണ്യങ്ങളുണ്ട്. കളവു പറയല്ല എന്നുമ്മ ചെന്നാരെ, കള്ളന്റെ കയ്യേല് പൊന്നു കൊടുത്തോവാർ. സാധാരണ നമ്മൾ കേട്ടതല്ലേ, നമ്മൾ മാലയിൽ പാടുന്നതല്ലേ. പക്ഷെ ഈ സംഭവം കൊണ്ട് എന്താണ് ലോകത്തോട് നമുക്ക് പറയാൻ കഴിയുന്നത്? അസ്ദിഖു യഹ്ദി ഇലൽ ബിർ വൽ ബിറു യഹ്ദി ഇലൽ ജന്ന. ഒരാളെ സ്വർഗത്തേക്ക് എത്തിക്കാൻ സത്യത്തിന് സാധിക്കുമെന്നുള്ളതാണ് വലിയ ഒരു തത്വമാണത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അസ്ദിഖു യഹ്ദി ഇലൽ ബിർ. സത്യം നല്ലതിലേക്ക് മാത്രമേ നയിക്കും. സത്യമില്ലെങ്കിൽ ഒരൽപ്പം കാലം അത് തിളങ്ങി കാണും, പിന്നെ മങ്ങിപ്പോകും. തീർച്ചയാണ്. കളവിലൂടെ, വഞ്ചനയിലൂടെ കെട്ടിപ്പടുത്ത കൊട്ടാരങ്ങൾ തകർന്നു പോകും. അതാണ് സത്യം. എന്നാൽ ആരുമില്ലാത്ത ആ കൊള്ളക്കാർ മാത്രമുള്ള സമയത്ത് തന്റെ കയ്യിലുള്ള 40 ആ സ്വർണ്ണ നാണ്യം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വേള കളവ് പറയാമായിരുന്നു. നാം അറിഞ്ഞതുപോലെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഉമ്മയുടെ വാക്കാണ് വലുത്. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ, കള്ളന്റെ കയ്യേല്. അപ്പോ ഇന്ന് കളവ് പറയാത്ത ആളുകൾ ആരാണ്? മൊബൈൽ കയ്യിലുണ്ടോ എന്നാ കളവ് വാജിബാണ്. വാജിബല്ല. മൊബൈലിനെ കുറിച്ച് ചോദിച്ചോ, എന്താണ് ഈ മൊബൈൽ? ഒരു ചുരുക്കം ഒരു വാക്ക് പറയാമോ? അപ്പൊ പെട്ടെന്ന് പറഞ്ഞ വാക്ക് ഗാന്ധി പറഞ്ഞല്ലോ, നമ്മുടെ മഹാത്മാഗാന്ധി. 3 കുരങ്ങിന്റെ കഥ. മിണ്ടാത്ത, കാണാത്ത, കേൾക്കാത്ത 3 കുരങ്ങന്മാര് മിക്സി ജ്യൂസ് അടിക്കുന്ന മിക്സിയിലിട്ടിട്ട് അടിച്ച് അതിന് നല്ലോണം ഉണക്കിയിട്ട് ഉണ്ടാക്കിയതാണ് ഏത്? ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ. എന്തേ കാരണം? മൊബൈൽ ഉള്ള ഒരാൾ ആരെയും നോക്കൂല, ആരോടും മുണ്ടൂല, ആരുടെ വാക്കും കേൾക്കൂല. അതാണ് മൊബൈൽ. ഇതല്ലേ സ്ഥിതി? അപ്പൊ കളവ് പറയാൻ ഏറ്റവും ഉതകുന്ന ഒരു മഹാ വസ്തുവാണ് മൊബൈൽ എന്നുള്ളത്. എന്നാൽ മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ ആ മഹത്തായ സന്ദേശം സത്യം പറയുക എന്നുള്ളതാണ്. സത്യം മതാ ധർമ്മം ചര. ലോകത്ത് എവിടെയും എല്ലാവരും പറഞ്ഞതല്ലേ, സത്യം പറയാം. ട്രൂ, സത്യം അത് നിലനിൽക്കും. അങ്ങനെയുള്ള കാര്യം മഹാനവറുകൾ ചെയ്തപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കള്ളന്മാർ പോലും അത്ഭുതപ്പെട്ടു പോയി. ഈ ഇത്രയും ചെറുപ്പമുള്ള ഈ യുവാവ്, ഈ പൊന്നുമോൻ സത്യം പറയാൻ കാണിച്ച ധൈര്യമുണ്ടല്ലോ, അതാണ് അത്ഭുതപ്പെടുത്തിയത്. ആ കള്ളസംഘത്തിലെ, കള്ളന്മാരുടെ സംഘത്തിലെ ലീഡർ അയാൾ പറഞ്ഞു, ഇവിടത്തിലേക്ക് നമ്മുടെ യാത്ര അവസാനിപ്പിക്കാം. ഇവിടെ അവസാനിപ്പിക്കാം, ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. നല്ല വിചാരങ്ങൾ മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ ഒരു വാക്കുകൊണ്ട് ആ കള്ളന്മാർ, 40ഓളം വരുന്ന കള്ളന്മാർ, അവരുടെ ചിന്തയിലെ ഒരു വഴിത്തിരിവുണ്ടാക്കാൻ സാധിച്ചു. അവർ ഷഹാദത്ത് കലിമ തൗബ ചെയ്ത് മടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കൂടെയാ, ഞങ്ങൾക്കിനി ആരുടെയും പണം വേണ്ട,
ഒരു കൊള്ളയടിയോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങളെ കൂടെ ഖാദിമായി, നിങ്ങളെ കൂടെ പഠിക്കാൻ പോരുകയാണ്. അങ്ങനെ ആ കള്ളന്മാരെല്ലാം മഹാനായ ഗൗസുല്ലാം തങ്ങളെ കൂടെ കൂടി എന്നിട്ട് പഠിക്കാൻ പോയി വലിയ വലിയ അബ്ദുൽമാരായി, വലിയ വലിയ വിലായത്തിന്റെ മർത്തബയിലെത്തി എന്നുള്ളതാണ്. എന്താണ് ഇവിടെ ഉണ്ടാക്കിയ പരിവർത്തനം, മാറ്റങ്ങൾ എന്താണ്? ഒരു സമയം ഒരാൾ നടത്തിയ ഒരു സത്യം, ഒരു നേരായ വാക്ക്, ആ വാക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മഹാന്മാരായ ഔലിയാക്കളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പള്ളിയിൽ ഇരുന്നിട്ട് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, അത് മാത്രമല്ല. മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഞാൻ എത്തിയത് മാ തഖറബതു ഇലല്ലാഹ്, അള്ളാഹിന്റെ അടുത്ത് എത്തിയത് നിസ്കാരം കൊണ്ടല്ല, നോമ്പ് കൊണ്ടല്ല, പക്ഷേ അള്ളാഹിന്റെ സാമീപ്യം, അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് തഖറുബാകാനുള്ള കാരണം ഇല്ലാ ബിൽ ജൂദ്, ധാരാളം ധർമ്മം ചെയ്യുക എന്നുള്ളതാണ്, ദാനം ചെയ്യുക എന്നുള്ളതാണ്. വളരെയേറെ കൊടുതിയുള്ള വ്യക്തിയായിരുന്നു മഹാനായ ഗൗസുൽ ആലം തങ്ങള്. വലിയ ദാനം ചെയ്യുന്ന ആളാണ്. രണ്ടാമത്തതോ അത്തവാളു, വിനയമാണ്, നല്ല സ്വഭാവമാണ്, താഴ്മയുള്ള അഹങ്കാരമില്ലാത്ത ആ സ്വഭാവമാണ് മഹാനായ ഗൗസുൽ ആലം തങ്ങളുടേത്. തവാളു മനസ്സിലാക്കാൻ വാക്കിലോ നോട്ടത്തിലോ പ്രവൃത്തിയിലോ ഒരു അഹങ്കാരം വരാതെ വിനയാന്വിതനായി ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, വളരെ വിനയാന്വിതരായി നടക്കുന്ന വിഭാഗം ആളുകൾ. അഹങ്കാരമില്ലാതെ ജീവിക്കാൻ കഴിയണം, അത് വലിയ ഭാഗ്യമാണ്. അത് എല്ലാവർക്കും കിട്ടിയോളുന്നില്ല. അപ്പോ അഹങ്കാരം എന്ന് പറയുമ്പോ വിചാരിക്കണ്ട എന്തോന്ന് അല്ല. അഹങ്കാരത്തിന്റെ കാതലായ ഭാഗം എന്താണ്? സത്യത്തെ നിഷേധിക്കുക എന്നുള്ളതാണ്, ഒരു ഹക്കിനെ നിഷേധിക്കുക. അതുപോലെ തന്നെ ജനങ്ങളെ നിസ്സാരമായി കാണുക. നമ്മുടെ ദൃഷ്ടിയിൽ ഒരാളെയും നിസാരപ്പെടുത്താതിരിക്കുക. നിസാരപ്പെടുത്തിയോ എന്നാൽ എന്റെ ഹൃദയത്തിൽ അഹങ്കാരം വന്നുപോയി. എന്നാൽ ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബി മിസ്ഖാലു ഹബ്ബത്തിൻ മിസ്ഖാലു ഖർദലി, എന്ത് കിബറുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകൂല. അഹങ്കാരത്തിന്റെ അവകാശമില്ല മുഅ്മിന്റെ ഹൃദയത്തിൽ. ഇതാണ് പ്രവാചകർ പഠിപ്പിച്ചത്. എന്നാൽ മഹാനുഭാവൻ ആ മഹാനാശയർ തങ്ങൾ പറയുന്നു, തവാളുവാണ് അള്ളാന്റെ അടുത്തേക്ക് എന്നെ എത്തിച്ചത്. തവാളുവാണ്, അഹങ്കാരമില്ലാത്ത ആ ഒരു ചിന്ത. ഒരു സംഭവം കൂടി ഞാൻ പറയട്ടെ, എന്റെ വാക്കുകൾ ഞാൻ വിസ്തരിച്ചു കൊണ്ടുപോകുന്നില്ല. അതായത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകൾ നടന്നു പോകുന്ന ആ വഴിക്ക് കൂടെ അനുയായികൾ ഹവാരിയങ്ങളുണ്ട്. ആ സമയത്തിലാണ് വഴിമധ്യേ ഒരാള് ദോഷിയായ, പാപിയായ, കള്ളുകുടിയനായ, വ്യഭിചാരിയായ, മോശക്കാരനായ, സമുദായത്തിലെ ആ നാട്ടിലെ ഏറ്റവും കുരുത്തം കൊട്ടോൻ, തമ്മാടി ആ വഴിക്കുണ്ട്. ഈസാ നബിയും ഈസാ നബിയുടെ കൂട്ടുകാരും ആ വഴിക്ക് പോകുന്നത് കണ്ടിട്ട് ഓന്റെ മനസ്സിൽ ഒരു വിചാരം, ഓ നല്ലവർ പോയിക്കൊണ്ടിരിക്കുന്നു, അവരെല്ലാം നല്ലവരാണ്. അതങ്ങനല്ലേ ഉസ്താദന്മാര്, മുത്തലിമീങ്ങള്, നല്ല നല്ല ആൾക്കാരെല്ലാം പോകുമ്പോ, ആചാര്യന്മാരെല്ലാം പോകുമ്പോ നല്ല ആൾക്കാർ വന്നുകൊണ്ട് അവരൊന്ന് ആദരിക്കാം. അങ്ങനെ മനസ്സിൽ തോന്നുന്ന അങ്ങനല്ലേ? എങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നൽ അങ്ങനല്ലേ? അപ്പൊ നല്ല ആൾക്കാരിങ്ങനെ പോകുമ്പോ നല്ല ആളുകൾ പോയിക്കൊണ്ടുണ്ട്. അപ്പൊ അയാളെ മനസ്സില് ഞാൻ വളരെ മോശപ്പെട്ടവനാണ്, ഞാൻ ബടക്കാണ്, ഞാൻ മോശപ്പെട്ടവനാണ്, തെമ്മാടിയാണ്. പക്ഷേ ഈ പോകുന്ന ആളുകളോ നല്ലവരാണ്, ഈസാ നബിയുടെ കൗമാൻ. അതുകൊണ്ട് അവരെ കൂടെ ഒരു 4 സ്റ്റെപ്പ്, ഒരു 4 പടി അവരോട് നടന്നാലോ എന്ന് വിചാരിച്ചു. ഒരു 4 സ്റ്റെപ്പ് അവരോട് നടക്കാം. കാല് വെച്ച് ഇങ്ങനെ അടിക്കടി നടന്നു നീങ്ങാമെന്ന് വിചാരിച്ചു. അതാ ആ സമയമാണ് ആ ഈസാ നബിയുടെ കൂട്ടത്തിലുള്ള ഒരാൾ, ഹവാരികളിൽപ്പെട്ട, സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആള് തിരിഞ്ഞു നോക്കുന്നത്. സമയത്ത് ഇതാ മോശപ്പെട്ട തെമ്മാടിയായ ആള് ഞങ്ങളെ കൂടെ നടന്നു വരുന്നു, അയ്യേന്ന് പറഞ്ഞിട്ട് ഇയാള് ശബ്ദം, ഇയാളെ നടത്തമൊന്ന് സ്പീഡ് കൂട്ടി.
എന്താണ് ഇവിടെ സംഭവിച്ചത്? അള്ളാഹുവിന്റെ വഹി വന്നു ഈസാ നബിയോട്, ഈസാ നബിയെ, ആ നിങ്ങളെ കൂടെ ഉള്ള മനുഷ്യനും അതാ എന്റെ ബാക്കിലുള്ള നടന്നു വരുന്ന മനുഷ്യനും രണ്ടാളുകളെയും വിളിച്ചു പറയുക, അവർ രണ്ടാളും അവരുടെ അമലുകളെ പുതുക്കി നന്നായി ചെയ്യട്ടെ. എന്താ സംഭവിച്ചേ? ബടക്ക് മനുഷ്യൻ അവന്റെ മനസ്സിൽ ഉദിച്ചതൊരു സംഗതിയാണ്. എന്ത്? ഞാൻ ബടക്കാണ്, നല്ലവരെ കൂടെ കൂടിയാ ഞാൻ നന്നാവുമല്ലോ. ബടക്ക് മനുഷ്യന്റെ നല്ല ഉദ്ദേശം അള്ളാഹു കബൂലാക്കി. അതുവരെയുള്ള ദോഷങ്ങളെ എല്ലാം അള്ളാഹു മാഫ് ചെയ്തു കൊടുത്തു. ആ മനുഷ്യൻ എന്താ വിചാരിച്ചത്? നല്ല സ്വാലിഹായ ആള്, ഈസാ നബിയെ കൂടെയുള്ള ആള്, ഈസാ നബിയുടെ മുക്കറബായ ആള്, അള്ളാഹുവിന്റെ മുക്കറബായ ആള് എന്ന് വിചാരിച്ച ആ മനുഷ്യൻ എന്താക്കി? ആ മനുഷ്യൻ വിചാരിച്ചത് നല്ല ആളാണ്, പക്ഷേ ചിന്തിച്ചത് ബടക്കാണ്. നല്ല മനുഷ്യന്റെ ബടക്ക് വിചാരം അള്ളാഹു തിരസ്കരിച്ചു. അതുകൊണ്ട് അതുവരെ ചെയ്ത അമലുകളെ എല്ലാം അള്ളാഹു ദുർബലമാക്കി, പൊളിച്ചു കളഞ്ഞു, നിഷ്പ്രഭമാക്കി. തോറ്റതാരാ ഇവിടെ? നല്ല മനുഷ്യനാണ്. എന്തുകൊണ്ട്? ഒറ്റൊരു വിചാരം കൊണ്ട്. എന്താ വിചാരിച്ചേ? ഓൻ ബടക്കല്ലേ, ഓൻ ഞങ്ങളെ കൂടെ കൂടാൻ കഴിയില്ല. ആ നല്ല മനുഷ്യന്റെ ബടക്ക് വിചാരം അവനെ നശിപ്പിച്ചു. അള്ളാഹു സ്വീകരിച്ചില്ല. അതുകൊണ്ട് നാം എല്ലാം ഈ ഔലിയാക്കന്മാരുടെ പാത അതാണ്. ഭൂമി താലത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാമൃതങ്ങളെ ആള് ഞാനെന്നോവർ. ഇതാണ് യഥാർത്ഥത്തിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ നേരായ വഴിയാണത്. ഏതാണ് വഴി? റിഫഖ്, കൈൻഡ്നെസ്. എല്ലാ സമയത്തും എല്ലാവരോടും കാണിക്കാൻ പറ്റുന്ന ആ സ്നേഹമയമായ ആ വർത്തനം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഒരു വാക്ക്, ഒരു നോട്ടം. ഒരു നോട്ടം കൊണ്ട് ഒരാളെ മാറ്റാം, ഒരു വാക്ക് കൊണ്ട് ഒരാളെ സമാധാനപ്പെടുത്താം. അതാണ് വളരെയേറെ ചിന്തിക്കേണ്ട കാര്യമാണ് തവാളു. ഇൻഷാ അല്ലാഹ് നമ്മുടെ തങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുനാ സയ്യിദ്, ബഹുമാനപ്പെട്ടവരെ, ഏതാനും നിമിഷങ്ങൾക്കകം ഈ മജ്ലിസിലേക്ക് എത്തുകയാണ്. ആ മഹാനുഭാവന്റെ വരവ് കാത്തു നാം ഇരിക്കുകയാണ്. അതും കൂടി നാം കാത്തു നിൽക്കുന്നത് ഒരു റഹ്മത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് വളരെയേറെ ചിന്തിക്കേണ്ട കാര്യം, നാം സ്വന്തമായി പേഴ്സണലായിട്ട് ഞാൻ നിസ്കരിക്കുന്നവന്, ഞാൻ നോമ്പ് നോക്കുന്നവന്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നവന്, ഞാൻ ദിക്ർ ചൊല്ലുന്നവന്, ഖുർആൻ ഓതുന്നവന്, ഞാൻ എൻ്റെ ഹാൽക്കിരിക്കുന്ന ജനങ്ങൾക്ക് മധ്യേ സ്നേഹമയമായി സ്നേഹത്തോടെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൂടിയോണ്ട് ജനങ്ങളെ കൂടെ കൂടി ജീവിക്കണം. നല്ലതിൻ്റെ പലതും കേൾക്കേണ്ടി വരും, പറച്ചിൽ കേൾക്കേണ്ടി വരും, പല വേദനകൾ സഹിക്കേണ്ടി വരും. ദീൻ അതാണ്. വേദനകൾ തന്നവരോട് വേദന, ആര് നമുക്ക് വേദനകൾ നൽകുന്നു അവർക്ക് സ്നേഹം കൈമാറാൻ കഴിയണം നമുക്ക്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷാൾ പിടിച്ച് വലിച്ചു. റസൂലുള്ളാഹിന്റെ ആ കഴുത്തില് ഒരു മുറിവുണ്ടായി, രക്തം വാർന്നൊലിക്കാൻ അടുത്തായ രീതിയിൽ. പക്ഷെ റസൂൽ എന്താ ചെയ്ത്? ആ നൊമ്പനം, ആ ഒരു വേദന നൽകിയ വ്യക്തിയുടെ മുഖത്ത് നോക്കി, നാം ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ, ഞങ്ങളാണെങ്കിൽ ബാക്ക് നമ്മളെ ഈ ഷർട്ടിന്റെ കോളർ പിടിച്ചിട്ട് ഒരാൾ പിടിച്ച് വലിച്ചെന്ന് വെക്കാം, എന്ത് ചെയ്യും? ഞങ്ങള് ഫസ്റ്റ് റിയാക്ഷൻ എന്താ? ഒന്ന് കൊടുക്കലെന്നെ, പിന്നെ ബാക്ക് അല്ലെ? ആദ്യം ഒന്ന് കൊടുക്കലെന്നെ, പിന്നെ. പക്ഷെ റസൂലുള്ള ചെയ്തത് എന്താ? എന്ത്? ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹി ചിരിച്ചു. എവിടെയാണോ വേദന, എവിടെയാണോ കോപം വരുന്നത്, എവിടെയാണോ ഹർഷം വരുന്നത്, അവിടെ വെച്ച് ചിരിക്കാൻ കഴിയണം നമുക്ക്. അതാണ് റസൂലുള്ളാഹ്. മാത്രവുമല്ല, സഞ്ചിയിൽ നിന്നെടുത്ത് അല്ലെങ്കിൽ കൂടെ നിന്ന സ്വഹാബിമാരിൽ നിന്ന് വാങ്ങി സദഖ ചെയ്യാൻ അദ്ദേഹത്തിന് സദക്കം പോലും കൊടുത്ത്. വേദനിച്ചാളെ നമുക്ക് ഒരു ദിവസം മൗലിദിന് വിളിക്കും, ഒരു ചോറ് കൊടുക്കും. അവൻ വേണ്ട, അങ്ങനെ പറഞ്ഞിനാ വേണ്ട, ചോറ് കൊടുക്കുന്ന വേണ്ട. എപ്പോ 10 കൊല്ലത്തിന് മുന്നേ എന്തോ പറഞ്ഞിനി, അതിനുവേണ്ടി ഇന്ന് മൗലിദിന് വിളിക്കുന്നില്ല, അവനെ മംഗളത്തിന് വിളിക്കുന്നില്ല. എന്നാ റസൂലുള്ളാഹ്
പെട്ടെന്ന് വേദന നൽകിയ, ദുഃഖം നൽകിയ ആ വ്യക്തിയുടെ മുമ്പ് പുഞ്ചിരിക്കുകയും ആ വ്യക്തിക്ക് സദഖ കൊടുക്കുകയും ചെയ്ത മഹാനായ റസൂലുള്ളാഹി. അതാണ് വേദാമ്പരുത്തങ്ങളെ ആള് ഞാനെന്നോവർ. ഈ രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അങ്ങനെ നീട്ടി പറഞ്ഞാൽ കുറെ പറയാൻ ഇങ്ങനെ പോവും. അത് വേണ്ട, ഇൻഷാ അല്ലാഹ് ഇത്ര മതി ഇപ്പോ. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ തിരുവചനം കൊണ്ട് ഈ മഹത്തായ ആ ശൈഖ് തങ്ങളുടെ ഈ മജ്ലിസ്, സമാപന മജ്ലിസിനെ ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അസൈ സ്വഹാബ ಜುಮಾ ಮಸ್ಜಿದರ ಅಧ್ಯಕ್ಷರಾದಂತಹ ಸಅದಿ ಉಸ್ತಾದರು ವೇದಿಕೆಗೆ ಬಂದು ಬರಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ತಮ್ಮನ್ನು ಕೂಡ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೇವೆ. ಇನ್ನು ನಾವೆಲ್ಲರೂ ಕಾತುರದಿಂದ ಕಾಯ್ದಂತಹ ಗಳಿಗೆ ಬಂದೇ ಬಿಟ್ಟಿದೆ. ಹೌದು, 2 ದಿನಗಳ ಮತ ಪ್ರಭಾಷಣ ಹಾಗೂ ಬೃಹತ್ ಕುತುಬಿಯತ್ ಮಜ್ಲಿಸ್ನ ಕಾರ್ಯಕ್ರಮವು ನಡೆದಾಗಿದೆ. ಈ ಒಂದು ಸಮಾರೋಹ